ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈബ്രിഡ് വെഹിക്കിൾസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്? ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആ വെഹിക്കിളിൽ ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ വെഹിക്കിൾസിനെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഈ പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വെഹിക്കിൾസ്, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബൈക്കായിരുന്നാലും കാറായിരുന്നാലും അതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത് ആ IC എഞ്ചിനാണ്. അതിലുള്ള എഞ്ചിനാണ് പവർ സോഴ്സ് എന്ന് പറയുന്നത്. ആ എഞ്ചിൻ ഉപയോഗിച്ചാണ് ആ വെഹിക്കിൾ വർക്ക് ചെയ്യുന്നത്. ആ വെഹിക്കിളിന് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ആ IC എഞ്ചിനാണ്. അപ്പോൾ നമ്മുടെ ബൈക്കായിരുന്നാലും കാറായിരുന്നാലും സാധാരണ ഉപയോഗിക്കുന്ന ലോറി ആയിരുന്നാലും ബസ്സായിരുന്നാലും അതിലെല്ലാം ആ ഒരു എഞ്ചിനാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹൈബ്രിഡ് വെഹിക്കിൾ ആണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉണ്ടാകും. അപ്പോൾ അതായത് ഈ IC എഞ്ചിൻ പോലെ വേറെ എന്തെങ്കിലും ഒരു പവർ സോഴ്സും കൂടെ ഉണ്ടായിരിക്കും ആ വെഹിക്കിളിൽ. അങ്ങനെ ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉള്ള, അതായത് മിനിമം 2 പവർ സോഴ്സ് എങ്കിലും ഉള്ള വെഹിക്കിൾസിനെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ സബ്മറൈൻസൊക്കെ ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വെഹിക്കിളാണ്. സബ്മറൈൻസിൽ നിന്ന് എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ ഈ IC എൻജിൻസ്, അതായത് ഡീസൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്യൂൽ ഉപയോഗിച്ചോ വർക്ക് ചെയ്യേണ്ട ഒരു എൻജിനും കാണും. അതിൻ്റെ കൂടെ തന്നെ ബാറ്ററിയും അതിൻ്റെ ഇലക്ട്രിക് മോട്ടോറും എല്ലാം കാണും. അപ്പം ഇത് സർഫസിലൂടെ, വെള്ളത്തിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് IC എൻജിൻ ഉപയോഗിച്ചായിരിക്കും ആ സബ്മറൈൻ വർക്ക് ചെയ്യുന്നത്. അതേസമയം കടലിൻ്റെ അടിയിലോട്ട് പോവുകയാണ്, താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ച് ബാറ്ററിയും അതിലുള്ള AC മോട്ടോർ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2 പവർ സോഴ്സ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉള്ള വെഹിക്കിൾസിനെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഇപ്പം പല ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് ഇറക്കുന്നുണ്ട്. മാരുതിക്കുണ്ട്, ടാറ്റയ്ക്കുണ്ട്, വേറെ ഒരുപാട് മാനുഫാക്ചേഴ്സിനെല്ലാം ഹൈബ്രിഡ് വെഹിക്കിൾസിനുണ്ട്. ഈ ഹൈബ്രിഡ് വെഹിക്കിൾ, അതായത് അതിൻ്റെ അകത്ത് നമ്മുടെ IC എഞ്ചിൻ, സാധാരണ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനും കാണും. അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക്, അതായത് AC മോട്ടർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടറും അതിൻ്റെ കൂടെ അതിൽ പവർ കൊടുക്കാനുള്ള, അതിൽ ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള ബാറ്ററിയും കൂടെ കാണും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കും പോലെ അതിൽ എഞ്ചിനും കാണും, എഞ്ചിന് പവർ ഫ്യൂൽ കൊടുക്കാനായിട്ടുള്ള ഫ്യൂൽ ടാങ്ക് കാണും. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് മോട്ടറും കാണും, അതിൽ പവർ കൊടുക്കാൻ, ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ബാറ്ററിയും കാണും. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉള്ള, അതായത് മിനിമം 2 പവർ സോഴ്സ് ഉള്ള വെഹിക്കിളിനെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ, അതായത് അറ്റ് പ്രസൻറ്റ് ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. കാരണം ഈ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഒരുപാട് ഇമ്പ്രൂവ് ആയി വരാനുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ആവാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് സക്സസ്ഫുള്ളാണ്. നമ്മുടെ ടെസ്ല കമ്പനിയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ടെക്നോളജിയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്ഡായി. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരുമാതിരി സ്പോർട്സ് കാർ അല്ലെങ്കിൽ റേസിംഗ് കാർസിനെ തന്നെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന അത്രത്തോളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെ ഇറങ്ങി. അത് ഇപ്പോഴത്തെ ടെക്നോളജി, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടും ഉണ്ടായ ടെക്നോളജി, കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ടാണ് ഇലക്ട്രിക് കാറൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയത്. അതിന് മുന്നേ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുന്നേ ഉള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു സക്സസ്ഫുൾ അല്ലാത്ത ഒരു അവസ്ഥയിലുള്ള വെഹിക്കിൾസ് ആയിരുന്നു. അതായത് പവർ ഒട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ, അത്രത്തോളം ഹെവി പവറൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്ത, നമ്മുടെ സാധാ എഞ്ചിൻ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിൻ്റെ പകുതി പവർ പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്ത അത്രത്തോളം കുറഞ്ഞ ഒരു വെഹിക്കിളായിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ 2 വീലർ ആണെങ്കിൽ, നമ്മൾ സാധാരണ 2 വീലറിന് എഞ്ചിനുള്ള 2 വീലറിൻ്റെ അത്ര അതിൻ്റെ പകുതി പവർ പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത, അതായത് തേരി പോലും കയറാൻ പറ്റാത്ത, 2 പാസഞ്ചേഴ്സിനെ പോലും കയറി ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം പവർ കുറഞ്ഞ 2 വീലറായിരുന്നു. 4 വീലർ എടുത്താലും നമ്മുടെ ടാറ്റ നാനോയെക്കാളും ചെറിയ രൂപത്തിലുള്ള, അതിനേക്കാളും കുറച്ച് പവർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കാറായിരുന്നു ഇലക്ട്രിക് കാർ എന്നൊക്കെ പറയുന്നത്. അത് 10-15 വർഷം മുന്നത്തെ അവസ്ഥയാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ, കാരണം അന്നത്തെ ടെക്നോളജി അത്രത്തോളമേ ഉള്ളൂ. അത്രത്തോളം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ, അത്രത്തോളം ഹെവി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് മോട്ടറൊന്നും ഇല്ലായിരുന്നു. കൂടുതൽ പവർ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്ന, ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററി ഒന്നും ഇല്ലായിരുന്നു. ഈ ടെസ്ല കമ്പനിയൊക്കെ വന്നതിന് ശേഷമാണ് ഒരുപാട് റിസർച്ചൊക്കെ നടത്തി ഒരുപാട് ഇമ്പ്രൂവായി നമ്മുടെ ആക്ച്വൽ നോർമൽ കാറിനേക്കാളും പെർഫോമൻസും പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടായി തുടങ്ങിയത് ഈ ടെസ്ലയൊക്കെ വന്നതിന് ശേഷമാണ്. അതിന് മുന്നത്തെ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിരുന്നു. അതായത് ആ കൺസെപ്റ്റ് തന്നെ ഒരുമാതിരി ഫ്ലോപ്പ് എന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ടെക്നോളജിയുടെ ലിമിറ്റേഷൻ കൊണ്ടാണ് അന്ന് അങ്ങനെ ആയത്. അപ്പോൾ അന്നത്തെ ആ ഒരു സംഭവം, ആ ഒരു ടെക്നോളജിയുടെ അവസ്ഥ കാരണമാണ് ഈ ഹൈബ്രിഡ് വെഹിക്കിൾസ് പതുക്കെ തലപൊക്കി തുടങ്ങിയത്. ആ ഹൈബ്രിഡ് വെഹിക്കിൾസ് സത്യം പറഞ്ഞാൽ കുറച്ച് സക്സസ്ഫുൾ ആയിരുന്നു. ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് നമ്മുടെ നോർമലായിട്ടുള്ള എഞ്ചിനും കാണും, അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് മോട്ടറും കാണും. ഇലക്ട്രിക് മോട്ടർ ഉള്ളതുകൊണ്ട് അതിൻ്റെ സപ്ലൈ ചെയ്യാനുള്ള പവർ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ബാറ്ററിയും കൂടെ ഉണ്ടായിരിക്കും.
അപ്പോൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരുപാട് ഇമ്പ്രൂവ് ആയത്. ടെസ്ലയൊക്കെ വന്നതിന് ശേഷം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇമ്പ്രൂവ് ആയി. ഇപ്പം എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞത് ഒരുപാട് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മുടെ സാധാരണ IC എഞ്ചിൻസിനെക്കാളും പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം പെർഫോമൻസ് കൂടിയ വെഹിക്കിൾസാണ് ഇപ്പം ഇലക്ട്രിക് കാർ എന്നൊക്കെ പറയുന്നത്. അതിപ്പോൾ ഇലക്ട്രിക് കാർ ആയിരുന്നാലും ഇലക്ട്രിക് ട്രക്ക് ആയിരുന്നാലും ടെസ്ലയ്ക്ക് തന്നെ ഇലക്ട്രിക് ട്രക്കൊക്കെ ഉണ്ട്. അത് സാധാരണ ഇപ്പോഴത്തെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രക്കിനെക്കാളും പെർഫോമൻസ് കൂടിയ ട്രക്കുകളൊക്കെയാണ്. അപ്പം അങ്ങനെ ഇലക്ട്രിക് കാർസ് ഒരുപാട് ഡെവലപ്പായി വന്നതുകൊണ്ട് ഇപ്പോൾ ഹൈബ്രിഡ് കാർസിന് ഉള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാലും ഇപ്പോഴും ഹൈബ്രിഡ് കാർസ് ഇറങ്ങുന്നുണ്ട്. ടാറ്റയിലൊക്കെ ഹൈബ്രിഡ് കാർസും ഒക്കെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനെയാണ് ഇങ്ങനത്തെ ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉള്ള വെഹിക്കിൾസിനെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇലക്ട്രിക് കാർ എന്നല്ല. ചിലർ വിചാരിച്ച് വെച്ചിട്ടുണ്ട് ഇലക്ട്രിക് കാറിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിനെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്നാണ് പറയുന്നത് എന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പവർ സോഴ്സേ ഉള്ളൂ. ആ മോട്ടർ, ഇലക്ട്രിക് മോട്ടറാണ് അതിൻ്റെ പവർ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട് ബാറ്ററി എല്ലാം കാണും. അതിൽ സിംഗിൾ പവർ സോഴ്സ് മാത്രമേ ഇലക്ട്രിക് കാറിലുള്ളൂ. ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാറല്ല. ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പവർ സോഴ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മുടെ ഈ സിലബസിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇത് മേ ബി ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ട് 4 മാർക്സിന് ചോദിക്കും. അതിനെ സാധ്യതയുള്ളൂ. 10 മാർക്സിന് ചോദിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിനെ പറ്റി പഠിക്കാം. അവിടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വേഗമായിട്ട് 1-2 പാരഗ്രാഫ് മാത്രമേ ഹൈബ്രിഡ് വെഹിക്കിൾസ് കൊടുത്തിട്ടുള്ളൂ. ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്താണെന്നും ഈ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് ബാലേന്ദ്ര സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കാം. അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പോയിന്റ്സ് കൊടുക്കാം. ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. കാരണം അത് നിങ്ങൾ എന്നെ വായിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. അപ്പോൾ അത് ഒരു 3-4 അഡ്വാൻറ്റേജസിൽ പോയിന്റ്സ് വെച്ച് പഠിക്കുക. അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോസ്റ്റ് കൂടുതലാണ്. അതൊക്കെ തന്നെയാണ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എമിഷൻ കുറയും, പൊല്യൂഷൻ കുറവായിരിക്കും, കോസ്റ്റ് കുറവായിരിക്കും എന്നൊക്കെ പറയാം. റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും എന്നൊക്കെ പറയാം. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ബാറ്ററി ഒരു 3-4 വർഷം കഴിയുമ്പോൾ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് എല്ലാം ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിലുണ്ട്. നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മതി. ഞാനത് പറയുന്നില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഹൈബ്രിഡ് വെഹിക്കിൾസിലുള്ള മേജറായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 മാർക്സിന് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മേജർ കമ്പോണൻസ് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. കാരണം എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മേജർ കമ്പോണൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ പവർ സോഴ്സ് തന്നെയാണ് IC എഞ്ചിൻ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എഞ്ചിനും ഈ ഹൈബ്രിഡ് വെഹിക്കിൾസിന് കാണും. ആ IC എഞ്ചിൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതാണ് മെയിൻ സോഴ്സ് ഓഫ് പവർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് IC എഞ്ചിനാണ്. അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് മോട്ടറും കാണും. മിക്കവാറും അത് AC മോട്ടർ തന്നെയായിരിക്കും. അത് സെക്കൻഡറി സോഴ്സ് ഓഫ് പവർ, ഒരു സെക്കൻഡറി പവർ സോഴ്സ് ആയിട്ട് നമുക്ക് അതിന് ഇലക്ട്രിക് മോട്ടർ തന്നെ പറയാം. സെക്കൻഡറി പവർ സോഴ്സ് ആയിട്ടല്ല സാധാരണ യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് അതിനെ അങ്ങനെ പറയാം, സെക്കൻഡറി സോഴ്സ് എന്ന് പറയാം ഇലക്ട്രിക് മോട്ടറിനെ. പിന്നെ ഈ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് ബാറ്ററി വേണം. കാരണം ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നല്ലോ. അതിനുവേണ്ടി അതിൻ്റെ അകത്തൊരു ബാറ്ററിയും കൂടെ കാണും. ഇലക്ട്രിക് ബാറ്ററി, നല്ല വെയിറ്റുള്ള സാധനമായിരിക്കും ബാറ്ററി എന്ന് പറയുന്നത്. സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് സപ്ലൈ ടു ദി ഇലക്ട്രിക്കൽ മോട്ടർ. ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യാനായിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ബാറ്ററി അതിൻ്റെ അകത്ത് കാണും. പിന്നെ ഇൻവെർട്ടർ. ഈ ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ മിക്കവാറും AC മോട്ടർ ആയിരിക്കും. പക്ഷേ ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നത് DC ആയിരിക്കും. ആ DCയെ AC-ലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ ഇലക്ട്രിക് മോട്ടറിലോട്ട് സെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഇൻവെർട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസും കൂടെ കാണും. ടു കൺവേർട്ട് DC കറണ്ട് ഫ്രം ദി ബാറ്ററി ടു AC കറണ്ട് ഫോർ ദി ഇലക്ട്രിക് മോട്ടർ. അപ്പോൾ അതിനുവേണ്ടി ഈ ഇൻവെർട്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് കൂടെ അതിൻ്റെ അകത്തുണ്ടാവാം. നിർബന്ധമായിട്ടുണ്ടായിരിക്കണമെന്നില്ല, എന്നാലും ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് ഇലക്ട്രിക് ജനറേറ്റർ. ഈ ഇലക്ട്രിക് ജനറേറ്ററും നിർബന്ധമായിട്ടുണ്ടാവണമെന്നില്ല. ചില ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് വെഹിക്കിൾസിൽ ഇലക്ട്രിക് ജനറേറ്റർ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ IC എഞ്ചിൻ ഉപയോഗിച്ച് തന്നെ ഈ ഇലക്ട്രിക് ജനറേറ്ററിനെ വർക്ക് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചായിരിക്കും ഈ മോട്ടർ തന്നെ റൺ ചെയ്യുന്നത്. അതിൽ നിന്ന് എന്നിട്ട് ബാക്കി വരുന്ന ഇലക്ട്രിസിറ്റി ബാറ്ററിയിലോട്ടും കടത്തിവിടും. ആ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ബാക്കി വരുന്ന ഇലക്ട്രിസിറ്റി ബാറ്ററിയിലോട്ടും കടത്തിവിടും. അപ്പോൾ അതിനുവേണ്ടി ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റും കൂടെ കാണും. ഈ ഇലക്ട്രിക് ജനറേറ്റർ പ്രവർത്തിക്കുന്നത് IC എഞ്ചിൻ ഉപയോഗിച്ച് തന്നെയായിരിക്കും. ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി when driven by IC engine which can be used for charging the battery. ഒന്നീ ബാറ്ററി ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ മോട്ടോർ പ്രവർത്തിക്കാനോ വേണ്ടിയായിട്ട് ഈ ഇലക്ട്രിക് ജനറേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി കമ്പോണൻ്റായ ഇലക്ട്രിക് ജനറേറ്റർ. പിന്നെ കൺട്രോൾ സിസ്റ്റം. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ IC എഞ്ചിനെയും ഇലക്ട്രിക് മോട്ടറിനെയും എല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. ചില സമയത്ത് രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യും, ചില സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. ഒന്നും മാനുവൽ കൺട്രോൾഡ് ആയിരിക്കത്തില്ല, എല്ലാം കമ്പ്യൂട്ടർ കൺട്രോൾഡാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കൺട്രോൾ സിസ്റ്റം, ഒരു മൈക്രോ ചിപ്പും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതിനാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ടു കൺട്രോൾ ദി എൻ്റയർ ഓപ്പറേഷൻ ഓഫ് ദി വെഹിക്കിൾ ബൈ സിങ്ക്രോണൈസിങ് ദി പവർ സോഴ്സസ്.
ചില കേസിൽ ചില സമയത്ത് ഐ സി എഞ്ചിൻ മാത്രം പ്രവർത്തിച്ചാൽ മതി, ചില സമയത്ത് ചില സിറ്റുവേഷനിൽ ഇലക്ട്രിക് മോട്ടോർ മാത്രം പ്രവർത്തിച്ചാൽ മതി, വേറെ ചില സിറ്റുവേഷനിൽ ഈ രണ്ടും കൂടെയൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു കൺട്രോൾ സിസ്റ്റമാണ്. അതായത് ഒരു മൈക്രോ ചിപ്പ് അതിൻ്റെ അകത്ത് കാണും, അത് ഉപയോഗിച്ചാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആ ഒരു കമ്പോണൻറ്റ് കൺട്രോൾ സിസ്റ്റവും കൂടെ കാണും. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് സാധാരണ, എല്ലാ കമ്പോണൻസും ഉണ്ടാവണമെന്നില്ല, എന്നാലും സാധാരണ ഹൈബ്രിഡ് വെഹിക്കിൾസിന് ഉണ്ടാകുന്ന കമ്പോണൻസ് ഇതൊക്കെയാണ്. പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. 10 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ മേജർ കമ്പോണൻസ് എഴുതേണ്ടതായിട്ട് വരും. ഓരോന്നിനെ പറ്റിയും ഓരോ സെൻറ്റൻസ് വെച്ച് എഴുതേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് വെഹിക്കിൾസ് ബേസിക്കലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാലചന്ദ്രൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിനെ സീരീസ് ഹൈബ്രിഡ് എന്നും പാരലൽ ഹൈബ്രിഡ് എന്നും ഇങ്ങനെ 2 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നമുക്ക് സീരീസ് ഹൈബ്രിഡ് ആ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. സീരീസ് ഹൈബ്രിഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു ഐ സി എഞ്ചിൻ കാണും. ആ ഐ സി എഞ്ചിൻ ഉപയോഗിച്ച് ഇലക്ട്രിക് ജനറേറ്ററിനെ റൺ ചെയ്യും. ആ ഇലക്ട്രിക് ജനറേറ്ററിനെ റൺ ചെയ്യും, ഐ സി എഞ്ചിൻ ഉപയോഗിച്ചാണെങ്കിൽ ഇലക്ട്രിക് ജനറേറ്ററിനെ റൺ ചെയ്യുന്ന ആ ഇലക്ട്രിക് ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു ഇലക്ട്രിക് മോട്ടറിനെ പ്രവർത്തിപ്പിക്കും. അതായത് എ സി മോട്ടർ തന്നെയായിരിക്കും, എ സി മോട്ടറിനെ പ്രവർത്തിപ്പിക്കും. ആ എ സി മോട്ടറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നേരെ ട്രാൻസ്മിഷനിലോട്ട് പോകും. ട്രാൻസ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സിൽ നിന്ന് കറക്റ്റ് ടോർക്ക് സെറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ അവിടെ നിന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി വീലിലോട്ടൊക്കെ കണക്ഷൻ പോകുന്നത്, പവർ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൽ നിന്ന് ട്രാൻസ്മിഷനിലോട്ട് പവർ പോകും, അവിടെ നിന്ന് നേരെ വീൽസിലോട്ട് പവർ എത്തും. അപ്പോൾ ഇതിൻ്റെ സീരീസ് ഹൈബ്രിഡിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഐ സി എഞ്ചിൻ കാണും. ആ ഐ സി എഞ്ചിൻ ഉപയോഗിച്ച് ജനറേറ്ററിനെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. വെഹിക്കിളിനെ റൺ ചെയ്യുന്നത് ഐ സി എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കത്തില്ല. ഐ സി എഞ്ചിൻ ഉപയോഗിച്ച് ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കും. ആ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് ഇലക്ട്രിസിറ്റി ഫോം ചെയ്യും. ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യും. ആ ഇലക്ട്രിക് മോട്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് നേരെ ട്രാൻസ്മിഷനിലോട്ട് പോകുന്നത്, അതായത് ഗിയർ ബോക്സിലോട്ട് പോകുന്ന അവിടെ നിന്ന് നേരെ വീൽസിലോട്ട് പോകും. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക് മോട്ടറിൽ കൊടുത്തിട്ട് ബാക്കി വരുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രിക് ബാറ്ററി ഇത് വർക്ക് ചെയ്യുമ്പോൾ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക് ബാറ്ററിയും വർക്ക് ആയിക്കോളും. ഇതിൻ്റെ ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പം പെട്രോൾ തീർന്നു അല്ലെങ്കിൽ ഡീസൽ തീർന്നതെങ്കിൽ ഐ സി എഞ്ചിൻ പിന്നെ വർക്ക് ചെയ്യത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് വെഹിക്കിൾ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ബാറ്ററി ഇവിടെ ചാർജ് ചെയ്ത് കാണും. ആ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഈ വെഹിക്കിൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പെട്രോൾ തീർന്ന് വഴി കിടക്കുക എന്നൊരവസ്ഥ വരുന്നില്ല. പെട്രോൾ തീർന്ന് ഈ ഐ സി എഞ്ചിൻ ഉപയോഗിച്ചുള്ള പെട്രോൾ തീർന്നു പോയാലും തന്നെ നമുക്ക് ഈ ജനറേറ്റർ നമുക്ക് ഈ ഇലക്ട്രിക് ബാറ്ററിയിലുള്ള സ്റ്റോറേജ് ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് ഇലക്ട്രിക് മോട്ടറിനെ റൺ ചെയ്ത് നമുക്ക് വെഹിക്കിൾ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മാത്രമല്ല, ഇനി പെട്രോളേ അടിക്കേണ്ട എന്നും വേണമെങ്കിൽ നമുക്കറിയാം. കാരണം വീട്ടിലെത്തിയിട്ട് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടിടാം. അങ്ങനെ ചാർജ് ചെയ്ത് പിറ്റേന്ന് രാവിലെ പെട്രോൾ ഇല്ലാതെ തന്നെ, വേറെ ഫ്യൂലൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ബാറ്ററി ഉപയോഗിച്ച് ഇലക്ട്രിക് മോട്ടറിനെ റൺ ചെയ്ത് നമുക്ക് ഈ വെഹിക്കിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വളരെ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഹൈബ്രിഡ് വെഹിക്കിൾസിലുള്ളത്. അപ്പം അതിൽ പെട്രോൾ ഉപയോഗിച്ചില്ല എങ്കിൽ യാതൊരു കുഴപ്പമില്ല, ബാറ്ററി ചാർജ് ചെയ്താൽ മാത്രം മതി. പെട്രോൾ ഉണ്ട് എങ്കിൽ ആ ഐ സി എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കും ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ബാറ്ററി ചാർജ് ചെയ്തോളും. അല്ലാത്ത കേസിലാണെങ്കിലും ഐ സി എഞ്ചിൻ പ്രവർത്തിക്കാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ പെട്രോളേ യൂസ് ചെയ്യേണ്ട, വീട്ടിലെത്തിയതിന് ശേഷം ബാറ്ററി ചാർജ് ചെയ്ത് അത് ചാർജ് ചെയ്ത് അതിലുള്ള ചാർജ് ഉപയോഗിച്ചും ഇലക്ട്രിക് മോട്ടർ റൺ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒരു മെത്തേഡിൽ, അങ്ങനെ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഹൈബ്രിഡ് വെഹിക്കിൾസിനെ സീരീസ് ഹൈബ്രിഡ് എന്ന് പറയും. ഇത് ആദ്യത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലത്തെ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്താണോ മനസ്സിലായത് ആ വർക്കിംഗ് എഴുതിയാൽ മതി. അല്ലാതെ കൂടുതൽ കാണാതെ പഠിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണോ നിങ്ങൾ മനസ്സിലാക്കിയ വർക്കിംഗ് എന്താണ് അത് സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത് സീരീസ് ഹൈബ്രിഡ് എന്ന് പറയുന്ന മെത്തേഡ്. രണ്ടാമതാണ് പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഈ പാരലൽ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് തന്നെ വർക്ക് ചെയ്യും. ഇവിടെ ജനറേറ്റർ ഒന്നുമില്ല, നേരിട്ട് ഐ സി എഞ്ചിൻ ഉപയോഗിച്ച് വെഹിക്കിൾ വർക്ക് ചെയ്യും. ഈ മോട്ടർ ഉപയോഗിച്ചും ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ചും വർക്ക് ചെയ്യും. അപ്പോൾ ഐ സി എഞ്ചിൻ ഉള്ളതുകൊണ്ട് ഒരു ഫ്യൂൽ ടാങ്ക് അതിൽ കാണും. ഐ സി എഞ്ചിന് പെട്രോൾ സപ്ലൈ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറിൽ പവർ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനായിട്ട് ബാറ്ററി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടിയായിരിക്കും പവർ പ്രൊഡ്യൂസ് ചെയ്ത് ട്രാൻസ്മിഷനിലോട്ട് വരുന്നത്. ട്രാൻസ്മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സിൽ നിന്നാണ് പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി വീലിലേക്ക് പവർ പോകുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ അതിലുള്ള പവർ എടുക്കുന്നത് ഈ രണ്ടും, ഇലക്ട്രിക് മോട്ടറും ഐ സി എഞ്ചിനും രണ്ടും ഉപയോഗിച്ച് തന്നെയായിരിക്കും. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം ആണെങ്കിൽ അതിൽ സാധാരണ ഉപയോഗിക്കുന്ന ഐ സി എഞ്ചിനേക്കാളും കുറച്ച് ചെറിയ കപ്പാസിറ്റി ഉള്ള എഞ്ചിനായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പം 1500 cc എഞ്ചിൻ ഉപയോഗിക്കേണ്ട കാറിലാണെങ്കിൽ ഈ പാരലൽ ഹൈബ്രിഡ് സെറ്റപ്പ് ആണെങ്കിൽ 1500 cc എഞ്ചിനല്ല ഉപയോഗിക്കേണ്ട, ഇപ്പോൾ ഒരു 500 cc അല്ലെങ്കിൽ 600 cc ഒരു എഞ്ചിൻ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ,
എവിടെയാണോ കൂടുതൽ പവർ വേണ്ടത് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ മാത്രം ഈ IC എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യും. കൂടുതൽ പവർ എപ്പോഴൊക്കെയാണ് വേണ്ടത്? കൂടുതൽ പവർ വേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങാമെങ്കിൽ നല്ല ടോർക്ക് വേണം, ഹൈ പവർ ഉണ്ടെങ്കിൽ അത് വണ്ടി സ്റ്റില്ലായിട്ട് നിൽക്കുന്ന വെഹിക്കിൾ മൂവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് കൂടുതൽ പവർ വേണം. അതുപോലെ തന്നെ ഈ കയറ്റം കയറുമ്പോഴൊക്കെ തേരി കയറുന്ന സമയത്തെല്ലാം കൂടുതൽ പവർ വേണം. അപ്പോൾ അങ്ങനെ കൂടുതൽ പവർ വേണ്ട സിറ്റുവേഷൻ ഏതാണോ ആ സമയത്ത് ഈ IC എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്ത് സഫിഷ്യൻറ്റ് പവർ അത് ജനറേറ്റ് ചെയ്യും. അത് മേ ബി നമുക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആയിരിക്കും കൂടുതൽ പവർ ആ വണ്ടി വെഹിക്കിളിൽ നിന്ന് വരുന്നത്. അപ്പം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ടുള്ള വർക്കിംഗ്, അതായത് അധികം പവർ വേണ്ടാത്ത സിറ്റുവേഷനാണ് എങ്കിൽ ഈ IC എഞ്ചിൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യത്തില്ല. അതായത് മേ ബി ഒരു സാധാ പാരലായിട്ട് ആൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഒരു 40 കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വെഹിക്കിളിനെ പിന്നെയും മൂവ് ചെയ്യണമെങ്കിൽ വളരെ ഹൈ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല. നോർമലായിട്ട് ചെറിയൊരു പവർ മാത്രം കൊടുത്താൽ മതി. അപ്പം 4th ഗിയറിലോ 5th ഗിയറിലോ പൊയ്ക്കൊണ്ടിരിക്കുന്ന വെഹിക്കിളിനെ പിന്നെ അതേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് പവറൊന്നും ആവശ്യമില്ല, കുറച്ച് പവറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യത്തില്ല, IC എഞ്ചിൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നോർമലായിട്ടുള്ള മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെഹിക്കിളിനെ പിന്നെയും മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പവർ മതി, വളരെ ഹൈ പവറിൻ്റെ ആവശ്യമില്ല, കുറച്ച് പവർ മതി. അപ്പോൾ ആ സമയത്ത് ഈ IC എഞ്ചിൻ മാത്രം വർക്ക് ചെയ്തോളും. അപ്പോൾ ഈ IC എഞ്ചിൻ എന്ന് പറയുന്നത് കപ്പാസിറ്റി കുറഞ്ഞ ഒരു 1500 cc എഞ്ചിൻ വയ്ക്കേണ്ട വെഹിക്കിളിൽ ഈ പാരലൽ ഹൈബ്രിഡ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൽ മേ ബി കുറഞ്ഞ IC എഞ്ചിൻ വെച്ചാൽ മതി, 500 cc അല്ലെങ്കിൽ 600 cc IC എഞ്ചിൻ വെച്ചാൽ മതി. കാരണം നമുക്ക് പറഞ്ഞു വരപ്പോൾ ഒരു 3rd ഗിയറിലോ അല്ലെങ്കിൽ 4th ഗിയറിലോ 5th ഗിയറിലോ മൂവ് ചെയ്യുന്നത്. ഈ 5th ഗിയർ 4th ഗിയർ എന്ന് പറയുമ്പം 50, 60, 70 കിലോമീറ്റർ സ്പീഡിലായിരിക്കും വണ്ടി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പീഡിൽ മൂവ് ചെയ്യുന്ന വണ്ടിയെ പിന്നെ അതേ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ഹൈ പവറൊന്നും ആവശ്യമില്ല. ഹൈ പവറൊക്കെ വേണ്ടത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഗിയറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വെഹിക്കിളാണ് എങ്കിൽ IC എഞ്ചിൻ, ആ ചെറിയ കപ്പാസിറ്റിയുള്ള IC എഞ്ചിൻ മാത്രം മതി, അതങ്ങ് വർക്ക് ചെയ്തോളും. അപ്പോൾ ആ ഒരു ലോജിക്കാണ് ഈ പാരലൽ ഹൈബ്രിഡിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണോ കൂടുതൽ പവർ വേണ്ടത്, ഏത് സിറ്റുവേഷനിലാണോ കൂടുതൽ പവർ വേണ്ടത് ആ സമയത്ത് IC എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ഇത് രണ്ടും കൂടെ വർക്ക് ചെയ്യും. അതേസമയം പവർ കുറച്ച് മതി എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ IC എഞ്ചിൻ മാത്രം വർക്ക് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിക് മോട്ടറൊക്കെ അങ്ങ് ഓഫ് ചെയ്തോളും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. 3rd ഗിയറിൽ ഇടുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിക് മോട്ടർ അങ്ങ് ഓഫ് ആവും. ഈ ഓട്ടോമാറ്റിക് അതിലുള്ള നമ്മുടെ കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിക് മോട്ടറിനെ അങ്ങ് ഓഫ് ആവും. പിന്നെ IC എഞ്ചിൻ മാത്രം ഉപയോഗിച്ചായിരിക്കും ആ വെഹിക്കിൾ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3rd, 4th, 5th IC എഞ്ചിൻ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. എപ്പോഴാണ് പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ വീണ്ടും അത് ഇലക്ട്രിക് മോട്ടർ അങ്ങ് ഫസ്റ്റ് ഗിയറിൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇലക്ട്രിക് മോട്ടർ ഓൺ ആവുക. ഇലക്ട്രിക് മോട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ട് ഉടനെ അങ്ങ് ഓൺ ആയിക്കോളും. അപ്പോൾ അങ്ങനെ വളരെ സഡനായിട്ട് ഓൺ ആവുന്ന രീതിയാണ് ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇലക്ട്രിക് മോട്ടറും കൂടെ ഓണായി കൂടുതൽ പവർ കൊടുത്ത് എഞ്ചിന് വണ്ടിയെ മൂവ് ചെയ്തൊക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നത് തന്നെയാണ് പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ വെയിറ്റ് കുറയും. ഇപ്പം 1500 cc എഞ്ചിൻ വയ്ക്കേണ്ട വെഹിക്കിൾ ആണെങ്കിൽ പാരലൽ ഹൈബ്രിഡ് ആണെങ്കിൽ മേ ബി 500 cc-യുടെ 600 cc-യുടെ എഞ്ചിൻ വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എമിഷൻ ഒക്കെ കുറവായിരിക്കും. ചെറിയ CC കപ്പാസിറ്റിയുള്ള എഞ്ചിൻ ആയതുകൊണ്ട് എമിഷനൊക്കെ കുറവായിരിക്കും, മൈലേജ് കൂടുതലായിരിക്കും. അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല ചാർജ് ചെയ്യണം, ഈ IC എഞ്ചിൻ വർക്ക് ചെയ്യുമ്പം തന്നെ ബാക്കി വരുന്ന പവർ ഉപയോഗിച്ച് ഈ ഇലക്ട്രിക് മോട്ടറിനെ ഈ ഇലക്ട്രിക് ബാറ്ററിയിലോട്ട് കൊടുത്ത് അത് ചാർജ് ചെയ്തും കൂടെ വയ്ക്കും. അപ്പോൾ അങ്ങനെ എല്ലാ സെറ്റപ്പുകൾ ഇതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പാരലൽ ഹൈബ്രിഡിൻ്റെ വലിയൊരു ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഇൻ കേസ് പെട്രോൾ തീർന്നു പോവുകയാണെങ്കിൽ ഇലക്ട്രിക് മോട്ടർ വച്ച് മാത്രമായിട്ട് ഈ വെഹിക്കിൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇലക്ട്രിക് മോട്ടറിന് സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് നിൽക്കുന്ന വണ്ടിയെ മൂവ് ചെയ്ത് തുടങ്ങാനായിട്ടുള്ള ആ ഒരു പവർ ചിലപ്പം ഇലക്ട്രിക് മോട്ടർ ഉപയോഗിച്ച് കിട്ടത്തില്ലായിരിക്കും. അല്ലെങ്കിൽ തേരിക്കാനുള്ള പവർ ഇലക്ട്രിക് മോട്ടർ മാത്രം പ്രവർത്തിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ബാറ്ററി തീർന്നു പോയി എങ്കിൽ, സാധാരണ വെഹിക്കിൾ ബാറ്ററി തീർന്നു പോയി എങ്കിൽ IC എഞ്ചിൻ മാത്രം വെച്ച് എഞ്ചിൻ ഓണായി വണ്ടി മൂവ് ചെയ്ത് തുടങ്ങാനുള്ള പവർ ചിലപ്പോൾ IC എഞ്ചിൻ മാത്രം വെച്ച് കിട്ടിയില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഈ IC എഞ്ചിൻ പ്രവർത്തിച്ച് ബാറ്ററി ചാർജ് ചെയ്തിട്ട് പിന്നെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് വെഹിക്കിൾ മൂവ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ പാരലൽ ഹൈബ്രിഡ് മെത്തേഡിനുണ്ട് എന്ന് പറയാം. ഇപ്പോഴത്തെ മാനുഫാക്ചേഴ്സ് ഈ രണ്ട് മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു രീതി അനുസരിച്ച് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യും. ചില മാനുഫാക്ചേഴ്സ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ചെയ്ത ഒരു ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഈ സീരീസ് ഹൈബ്രിഡിൻ്റെയും പാരലൽ ഹൈബ്രിഡിൻ്റെയും കൂടെ ഒരു മിക്സ് ചെയ്ത ഒരു ഫോമാണ് ഇപ്പോഴത്തെ മാനുഫാക്ചേഴ്സ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സീരീസ് ഹൈബ്രിഡ് മെത്തേഡും പാരലൽ ഹൈബ്രിഡ് മെത്തേഡും.
അപ്പോൾ ഈ 2 മെത്തേഡും കാണാൻ പഠിക്കാം. ഈ ഫ്ലോ ചാർട്ട് പോലത്തെ ഈ ഒരു ഡയഗ്രാം വരച്ച് വർക്കിംഗ് സിമ്പിളായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യും. ഒരു സഫിഷ്യൻറ്റ് സ്പീഡ് എത്തിക്കഴിയുമ്പോഴേക്കും ഇലക്ട്രിക് മോട്ടർ അങ്ങ് സ്വിച്ച് ഓഫ് ആവും. IC എഞ്ചിൻ മാത്രം ബാക്കിയുള്ള സമയത്ത് പ്രവർത്തിക്കും. അപ്പോൾ കുറച്ച് പവർ മതി. ഇത് 4th ഗിയർ 5th ഗിയറിലൊക്കെ വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് പവർ മതി. അപ്പോൾ ആ സമയത്ത് IC എഞ്ചിൻ മാത്രം വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കപ്പാസിറ്റിയുള്ള IC എഞ്ചിനായിരിക്കും ഈ പാരലൽ ഹൈബ്രിഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാരലൽ ഹൈബ്രിഡും സീരീസ് ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കത്തുള്ളൂ. 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.